ഇതൊന്നും അറിയാതെ ഒരിക്കലും നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങരുത്. എല്ലാവർക്കും ഉള്ളൊരു വലിയ ഡൗട്ടാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, ടൈറ്റിൽ ഡീഡ് അഥവാ ആധാരം. ഇതൊന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ആധാരം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദെൻ സെക്കൻഡ് വൺ, പ്രയർ ഡീഡ്, അടിയാധാരം. അതായത് ഈ ലാൻഡ് മുൻപ് ആരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു, എത്ര കൊല്ലം മുമ്പ് വാങ്ങിച്ച ഡോക്യുമെന്റ് ആണ് എന്ന് അറിയാനായിട്ടുള്ളത്. ഇതെല്ലാവരും മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം ഒരു ആധാരം രജിസ്റ്റർ ചെയ്തെടുക്കുന്ന സമയത്ത്. ദെൻ തേർഡ് വൺ, എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ EC, കുടിക്കണം എന്ന് മലയാളത്തിൽ പറയും. അതായത് ഈ സ്ഥലത്തിന്റെ പേരിൽ ലോണോ മറ്റ് കേസുകളോ ഒന്നുമില്ലെന്ന് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, പോർഷൻ സർട്ടിഫിക്കറ്റ്. ഈ സ്ഥലം ആരുടെ പേരിലാണ് എന്ന് അറിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണിത്. ദെൻ ടാക്സ്, നിങ്ങൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ നികുതി കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട് എന്ന് പരിശോധിച്ചിരിക്കണം. ദെൻ തണ്ടപ്പേര്, ഈ ഭൂമിയുടെ കിടപ്പ് വശം, അതായത് ക്ലാസിഫിക്കേഷൻ, നിലമാണോ പറമ്പാണോ എന്ന് ഈ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ദെൻ ലൊക്കേഷൻ സ്കെച്ച്, ഇത് നിങ്ങൾക്ക് വില്ലേജിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഭൂമിയുടെ കിടപ്പ് വശം, അതിന്റെ അതിരുകളെല്ലാം ഈ ലൊക്കേഷൻ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവസാനമായി ചെയ്യേണ്ട ഒരു കാര്യം, ലീഗൽ ഒപ്പീനിയൻ. ഈ ഡോക്യുമെന്റ്സ് എല്ലാം നല്ലൊരു അഡ്വക്കേറ്റിന്റെ അടുത്ത് നിന്ന് വെരിഫൈ ചെയ്തെടുത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുന്നത് നന്നായിരിക്കും. ഇതൊക്കെ പരിശോധിച്ചൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതേപോലെ ഒരു ലോണിന് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ.